IPL ആവേശം രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സീസണിലെ മറ്റൊരു ആവേശ പോരാട്ടത്തിന് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. നന്നായി കളിച്ചിട്ടും ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട ഗുജറാത്ത് ടൈറ്റൻസ് കളത്തിലെത്തി. ലക്നൌവിനെയും മുംബൈയെയും തറപറ്റിച്ച ആത്മവിശ്വാസത്തിലായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ്. ആവേശകരമായ പോരാട്ടം അവസാന പന്തിലേക്ക് നീണ്ടു. ഒരൊറ്റ റണ്ണിന്റെ വ്യത്യാസത്തിൽ ഗുജറാത്ത് മത്സരം പിടിച്ചെടുത്തു. ആദ്യ ജയം ആഘോഷിക്കുന്ന ശുഭ്മൻ ഗില്ലിനും ഗുജറാത്തിനും ആശ്വാസമാകുന്നത് മറ്റൊരു താരത്തിന്റെ പ്രകടനമാണ്. സ്പിന്നർ റാഷിദ് ഖാന്റെ തിരിച്ചുവരവ്. 4 ഓവറിൽ വിട്ടുകൊടുത്തത് വെറും 17 റൺസ് മാത്രം. നിതീഷ് റാണ, സമീർ റിസ്വി, അക്സർ പട്ടേൽ എന്നിവരുടെ വിക്കറ്റുകൾ റാഷിദ് സ്വന്തമായി. ഗുജറാത്ത് നിരയിലെ എല്ലാ ബൗളർമാരെയും ഡൽഹി ബാറ്റർമാർ അനായാസം നേരിട്ടു. പക്ഷേ റാഷിദിന്റെ മാന്ത്രിക വിരലുകൾ ഡൽഹിയെ വിറപ്പിച്ചു. വലിയൊരാശ്വാസമാണ് റാഷിദിന്റെ ബൗളിംഗ് ഗുജറാത്തിന് നൽകുന്നത്. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ചൊരു സ്പിന്നറായ റാഷിദ് പക്ഷേ ഏതാനും കാലമായി മോശം പ്രകടനമാണ് നടത്തിയത്. കഴിഞ്ഞ വർഷം IPL-ൽ 15 മത്സരങ്ങളിൽ നിന്ന് നേടാനായത് 9 വിക്കറ്റുകളാണ്. ഇത്തവണ 3 മത്സരങ്ങൾ പിന്നിടുമ്പോൾ തന്നെ 5 വിക്കറ്റുകൾ റാഷിദ് നേടിക്കഴിഞ്ഞു. 2017-ൽ സൺറൈസേഴ്സ് താരമായാണ് റാഷിദ് IPL അരങ്ങേറ്റം കുറിച്ചത്. കുറഞ്ഞ കാലത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാൻ താരമായ റാഷിദ് ലോക ക്രിക്കറ്റിലെമ്പാടും തന്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞു. 2022 മുതൽ ഗുജറാത്തിന്റെ താരം. 2023-ൽ 17 മത്സരങ്ങളിൽ നിന്നായി 27 വിക്കറ്റുകൾ വീഴ്ത്തിയതാണ് ഒരു സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം. ഡൽഹിയിൽ റാഷിദിന്റെ പ്രകടനമാണ് ഗുജറാത്തിന് സീസണിലെ ആദ്യ വിജയം നേടി നൽകിയത്. 27-കാരനായ റാഷിദ് അഫ്ഗാൻ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ്. അയാളുടെ മികച്ച പ്രകടനങ്ങൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകരും ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്.